ബലേനോ ആണ് KL 78 ഇരട്ടിയാണ് രജിസ്ട്രേഷൻ വരുന്നത്. കണ്ണൂർ ജില്ല. ഒക്കെ പഠിച്ചല്ലേ? എല്ലാം പഠിച്ചു. എങ്ങനെയാ? 2020 മോഡല് 58,000 കിലോമീറ്റർ ഓടി സീറ്റ ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. 1,10,000 കിലോമീറ്റർ ഓടി രണ്ടാമത്തെ ഓണർ. മോഡൽ ഏതാ? മോഡല് 2014 SX. ഓക്കെ. കൺഫ്യൂഷൻ ആക്കല്ലേ. അടുത്തത് സെലേറിയോ, ഒരു വെറൈറ്റി കളറാണ്. എന്താ കളർ? റയർ പീസാണ്. എന്താ കളർ? ഇത് കളർ ഞാൻ സ്വകാര്യത്തിൽ മെസ്സേജ് വിട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ. പേപ്പർ ഇപ്പോൾ 28 വരെയോ? 28 വരെ, 2028 വരെ പേപ്പറിൽ നിൽക്കുന്ന വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഉള്ള അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? 4 പുത്തൻ ടയറാണ്. ഓക്കെ. വാങ്ങിയെന്ന് വേണേ പുതിയ വാങ്ങിയാൽ പുതിയ ടയറാവും അല്ലേ? ഒറിജിനൽ കേരള. ഓക്കെ. എങ്ങനെയാ? പ്രീമിയാണ് അല്ലേ? നല്ല വില കുറഞ്ഞ പ്രീമിയാണ്. വില കുറഞ്ഞൊരു പ്രീമിയം. അതെ. 2011 മോഡല് ഹൈലൈനാണ്. പോലെ പോലെ വീഡിയോ എല്ലാം ചെയ്യണ്ടേ? എന്താ സുഖമായിട്ടിരിക്കണോ? മഴയിട്ട് എങ്ങനെ? മഴയിട്ടുള്ള തണുപ്പാ. ഓക്കെ. അപ്പോൾ സലീം ഖാൻ്റെ അടുത്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. KS കാസിൽ മൊബൈലൊക്കെ മാറ്റിയേക്ക്. പോക്കറ്റിലെടുക്ക്. വേണ്ട, കോള് വന്നാൽ ഏൽപ്പിച്ചിട്ടില്ലേ? ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തറയിട്ടാലാണ്, മലപ്പുറം ജില്ലയിൽ കരിപ്പൂർ എയർപോർട്ടിൻ്റെ പിന്നിലായിട്ട്. അതേ അവിടെ തന്നെ മാറിയിട്ടില്ല അല്ലേ? എങ്ങോട്ടും മാറിയിട്ടില്ല. ഓക്കെ. ഒരുപാട് സ്റ്റോക്ക് നിങ്ങൾ പുറകിൽ കാണുന്നില്ലേ? ഒരുപാട് സ്റ്റോക്കുള്ള ഒരു ഷോറൂമാണ്. സലീം ഖാനെ കാണുന്ന പോലെ ഒന്നല്ല, ഭയങ്കര അല്ല. പ്രീമിയം കാണുന്നുണ്ടല്ലോ ഈ സൈഡില്. പ്രീമിയത്തിന് മാറ്റിക്കാം. കുറെ ഉണ്ടല്ലോ ഇപ്രാവശ്യം, സാധാരണ കാണുന്ന പോലെയല്ല. അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. എന്താ സ്റ്റോക്കിന്റെ അവസ്ഥ? എന്താ സ്റ്റോക്ക് ഉണ്ട്? ഇഷ്ടംപോലെ പുതിയ വന്നുണ്ട്. ഈ ആഴ്ച ഒരുപാട് വണ്ടി വരാനുണ്ട്. സ്റ്റാർട്ടിംഗ് എല്ലാം എത്ര ഉണ്ട്? ചെറു വണ്ടികളൊക്കെ ഉണ്ടോ? മാരുതി ഉണ്ട്. എത്ര? ഒരു 1.5 ഡസൻ ഉണ്ട്. ഒരു 50,000 സ്റ്റാർട്ടിംഗ് ഉണ്ടോ? കൊടുക്കാം. നമുക്ക് 1 ലക്ഷം ചോദിക്കുന്ന വണ്ടി 50,000 കൊടുക്കാം. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നല്ല മഴ പെയ്ത് കൊടുക്കുകയാണ്, ശക്തമായ മഴയാണ്. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എടുക്കാം. വേണ്ട. ഓക്കെ. എന്തായാലും ആ ചളി എന്തായാലും മഴയത്ത് കഴിക്കണേ. ആയിക്കോട്ടെ. ഓക്കെ. വീഡിയോ ആദ്യം നമുക്കൊരു പ്രീമിയം സെഗ്മെന്റ് ആണ് സലീം ഒരുക്കി വെച്ചിട്ടുള്ളത്. മെർസിഡസ് ബെൻസ് C220D ആണ്. C ക്ലാസ് ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു കാറാണ് ബെൻസിൽ. എങ്ങനെയാണ്? 2014 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 89,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓക്കെ. 14 സെക്കൻഡ് ഓണർഷിപ്പ്. ഡൽഹി NOC എടുത്തോ? നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. 10-20 നമ്പർ ആക്കി കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 10,20,000 രൂപയ്ക്ക് 2014 മോഡൽ 89,000 C220D നിങ്ങൾക്ക് കൊണ്ടുപോകാം. റീപ്ലേസ്മെന്റ് അങ്ങനത്തെ എന്തെങ്കിലും കണ്ടോ? മേജർ ആക്സിഡന്റോ ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണല്ലോ. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ മാറാൻ വേറെ ചോദിക്കേണ്ട ആവശ്യമില്ല. 10-20 കൊണ്ടുപോകും. മാറിക്കഴിഞ്ഞാൽ ലോണ് ചാൻസ് ഉണ്ട്. ഇനി ഒരു 8 ലക്ഷം കിട്ടുമോ? 8 ലക്ഷത്തിൻ്റെ മുകളിലോട്ട് തന്നെ നോക്കാം. എന്തായാലും ഇവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പറ്റൂലേ? ചെക്ക് ചെയ്യണമെങ്കിൽ ഏത് വണ്ടിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. എന്നാലും ഇതെടുത്ത് കോഴിക്കോട് പോകണം. അതേ വെച്ചത് ഒരു 10-25 കിലോമീറ്ററല്ലേ? അതേ വെച്ചത്. ഓക്കെ. എന്തായാലും താല്പര്യമുള്ള കോൺടാക്റ്റുകൾ 10-20 നമ്പർ ആക്കിയിട്ട് 2014 C220D നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലോട്ട് പോകും. അടുത്തൊരു പ്രീമിയം സെഗ്മെന്റ് തന്നെ ഫോക്സ് വാഗൺ ജെറ്റ ആണ്. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷനാണ്. ഒറിജിനൽ കേരള. ഓക്കെ. എങ്ങനെയാ? പ്രീമിയാണ് അല്ലേ? നല്ല വില കുറഞ്ഞ പ്രീമിയാണ്. വില കുറഞ്ഞൊരു പ്രീമിയം. അതെ. 2011 മോഡല് ഹൈലൈനാണ്. ടോപ്പ് എൻഡ് അല്ലേ? 11 ഡീസൽ അല്ല? ഓക്കെ. 1,68,000 കിലോമീറ്റർ. ഒരു 1,68. നമ്മൾ ജെനുവിറ്റി പറയണ്ടോ? കിലോമീറ്റർ എന്നാണ് പാർട്ടി പറഞ്ഞത്. ഏകദേശം ആയിരിക്കും അല്ലേ? 1,68 ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മെക്കാനിക്കൽ സൈഡ് എങ്ങനെ? വണ്ടി മെക്കാനിക്കലൊക്കെ പക്കയാണ്. എന്നിരുന്നാലും ഏത് വണ്ടിയാണെങ്കിലും, ഇത് മാത്രമല്ല ഏത് വണ്ടിയാണെങ്കിലും ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അതേ നമ്മൾ പറയുള്ളൂ. ഞങ്ങൾ ചെക്ക് ചെയ്ത് വെക്കുന്നതാണ്. എന്നിരുന്നാലും അവർക്ക് വിശ്വാസപ്പെട്ട മെക്കാനിക്കിനെ വണ്ടിയെ കുറിച്ച് അറിയുന്ന ആളെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്തെടുത്താൽ അവർക്കും നമുക്കും അതാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ 2011 ഹൈലൈൻ ഡീസൽ ജെറ്റയാണ്. നല്ല പവർഫുൾ എഞ്ചിനാണ്. 2 ലിറ്റർ ഡീസൽ അല്ലേ വരാം? ഓക്കെ. മൈലേജ് ഉണ്ടാവും അത്യാവശ്യം അല്ലേ? മൈലേജ് ഉണ്ടാവും. ഒരു 14-15 കിട്ടുമോ? അതിന് മേലെ കിട്ടും. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് 2 ലക്ഷം. 2 ലക്ഷത്തിന് ഒരു പ്രീമിയം വണ്ടി കൊണ്ടുപോകാം. ഓക്കെ. നിങ്ങൾക്ക് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി. ഓക്കെ. ഇതിന് ലോണ് ചാൻസ് ഇല്ലല്ലോ? ലോണ് 1 ലക്ഷം കൊടുക്കാം. ഇറക്കണ്ട. 2 ലക്ഷം അല്ലേ? കൈ നിറക്കിയാൽ മതി. അടുത്ത വണ്ടിയിലോട്ട്. അങ്ങനെ നമ്മൾ ചെറുതിലോട്ടെത്തി. ബലേനോ ആണ്. KL 78 ഇരട്ടിയാണ് രജിസ്ട്രേഷൻ വരുന്നത്. കണ്ണൂർ ജില്ല. പഠിച്ചല്ലേ? എല്ലാം പഠിച്ചു. എങ്ങനെയാ?
2020 മോഡല് 58,000 കിലോമീറ്റർ ഓടി സീറ്റ സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ടോപ്പിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന വാഹനമാണ് 2020 നോർമൽ ഓട്ടേ പോയിട്ടുള്ളൂ. പെട്രോൾ വാഹനം, മാനുവൽ. ഓക്കെ. അലോയ്സ് പ്രൊജക്ട് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ ചെറിയ എന്തോ സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റേ ഉള്ളൂ. അതാണ്. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലെയിമില്ല, ഒന്നുമില്ല. ഓക്കെ. ഒരു പൊട്ട് കുത്തിയിട്ടുണ്ടല്ലോ അവിടെ. അമ്പലത്തിൽ പോയി വന്നാ ഗ്ലാസ്സിൽ ചെറുതായിട്ടൊരു കല്ലടിച്ചിട്ടുണ്ട്. അതങ്ങനത്തെ മാറിയിട്ടില്ലല്ലോ? ഓക്കെ. ചെറിയൊരു കല്ലടിയാണ്, അത് കുഴപ്പമില്ല, മാറേണ്ട ആവശ്യമില്ല ശരിക്കും. അവിടെ വേണമെങ്കിൽ ഞാൻ ഒരു ഫ്ലവറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. വേണ്ട. ഓക്കെ. എത്ര 6 ലക്ഷമാണ് ചോദിക്കുന്നത്, 5 ലക്ഷം രൂപ ലോൺ കിട്ടും. 5 ലക്ഷം ലോണും കിട്ടും. ചോദിക്കുന്നെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ വില? ഓ, കൂടി കൊടുക്കാം. ആയിക്കോട്ടെ. അപ്പോൾ 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. 2020 സീറ്റയാണ്. താല്പര്യമായിട്ട് വിളിച്ചോളൂ. അടുത്തൊരു സെഡാൻ കാറ്റഗറിയാണ്. KL 66 രജിസ്ട്രേഷൻ വരുന്ന ഹ്യുണ്ടായുടെ വെർണയാണ് അല്ലേ? വെർണയാണ്, ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. 1,10,000 കിലോമീറ്റർ ഓടി, രണ്ടാമത്തെ ഓണർ. മോഡൽ ഏതാ? മോഡല് 2014 SX. ഓക്കെ. കൺഫ്യൂഷൻ ആക്കല്ലേ. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. 1,10,000 ഓടി, 2014 SX സെക്കൻഡ് ഓണർഷിപ്പ്, ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം. 10ാം ക്ലാസ് വരെ ഇതേമാതിരി പഠിച്ചിട്ടില്ല. 80 ഗിയറാണ് വരിക. ഓക്കെ. 4,40,000 രൂപ, 4 to 4.5 വരെ ലോൺ കിട്ടും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ ഞാൻ മറക്കുവേ. അപ്പം ഫുൾ ലോൺ തന്നെ കിട്ടും. 4,40 ചോദിക്കുന്നത്. 4 to 4.5 വരെ ലോൺ കിട്ടുന്നുണ്ട്. ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക്. ഇതിന്റെ മാനുവൽ നമ്മൾ എടുത്തിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി ഉണ്ട് വേറെ 2012. ഇത് വന്നിട്ട് 3,10 ചോദിക്കണം. ഇതൊരു 15 കാണാം. മറ്റേതാകുമ്പോൾ ഒരു 18-20 റേഞ്ച് മൈലേജ്. ഓക്കെ. വേറെ ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അടുത്ത വണ്ടിയിലോട്ടോ. അടുത്ത വാഗണറാണ്. KL 10 മലപ്പുറം വാഹനമാണ്. എങ്ങനെ? 2012 മോഡൽ 13 റേസർ, 28 പേപ്പർ ഉണ്ട്, 98,000 കിലോമീറ്റർ, 2,30,000 രൂപ. 2 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 12 മോഡൽ 13 രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ. 2,30,000 കൊണ്ടുപോകാം. 2 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് 30,000 രൂപ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു സ്വന്തമാക്കാം. അതെ, ഒരു 14-17 മൈലേജ് കിട്ടും. എന്തെങ്കിലും ഉറപ്പിച്ചു വരും. 14 അല്ലെങ്കിൽ 17. അല്ല, അങ്ങനെ ഉറപ്പിക്കാൻ പറ്റൂല. 16 ആക്കിയാളേ വേണ്ട, ഇത് ഇങ്ങനെ നടക്കട്ടെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. നല്ലൊരു പെട്രോൾ വണ്ടി, മാനുവൽ കൊണ്ടുപോകാം. 13 മോഡൽ. വേറെ 12 ഉണ്ട്, 11 കാറ്റലോഗിൽ കാണാം. ഇത് 12-13 അല്ലേ? ഇത് 12-13 രജിസ്ട്രേഷൻ. ഓക്കെ. ഇനി പക്ക 12, പക്ക 11 ഒക്കെ അവിടെ ഉണ്ട്. എല്ലാം ഉണ്ട്. 2ലേക്ക് വരാത്ത എല്ലാം ഉണ്ട് അല്ലേ? ഒക്കെ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. മോഡൽ കുറഞ്ഞതിന് ശേഷം നമ്മൾ ഒരുപാട് റേറ്റ് കുറച്ചിടുന്നില്ല. 12 2,20, 11 2,10. ഓക്കെ, ആയിക്കോട്ടെ. റെഡ്സ് ആണ് അടുത്ത വാഹനം. KL 11 രജിസ്ട്രേഷൻ അല്ലേ? കണ്ടിട്ട് റെഡ്സ് ആണെന്ന് തോന്നുന്നില്ല. ആളെ പറ്റിക്കാൻ വേണ്ടി കളർ അടിച്ച് വെച്ചേക്കാം അല്ലേ? 12 ലക്ഷം രൂപയിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. ആയിക്കോട്ടെ. നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. എന്തായാലും ഇന്റീരിയർ അവർ അടിപൊളി. ഡാഷ്ബോർഡും ഡോർ പാഡും ഒക്കെ പെയിന്റ് ഒക്കെ മാറ്റി ചെയ്ത്. അതാണെങ്കിൽ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 2009. ഓക്കെ. പെട്രോൾ ഡീസലാ? അത് 12, ഇത് 10. ഇത് നമുക്ക് പുതിയ പേപ്പർ തുടങ്ങാണ്. ഇതും പുതിയ പേപ്പറാണ്. 24. ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ളത്. 1,83,000 ജെന്യൂൻ കിലോമീറ്റർ ആണെന്നാണ്. ഇതിപ്പോ 24 പേപ്പർ എടുത്തില്ലേ പുതിയ? 29 ലക്ഷം പേപ്പർ ഉണ്ട്. ഓക്കെ. ഇത് ചോദിക്കുന്നത് 1,90. 1,90 ഡീസൽ. ഇത് 2,10, അത് 2,20. 2012 ന്യൂ ഷേപ്പാണ്. 2,20 വീഡിയോ ചെയ്ത് ഒക്കെ വീഡിയോ 3 വീഡിയോ അല്ല? ഓക്കെ. അപ്പോൾ വേറെ 2 കളറുണ്ട്. ഒന്ന് കോഫി ഉണ്ട്, വേറെ വൈറ്റ് തന്നെ ഉണ്ട്. വീഡിയോ ഇതൊരു സ്പെഷ്യൽ ടൈപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. ലോണൊന്നും കിട്ടുമല്ലോ? ലോൺ 1 ലക്ഷം കൊടുക്കാം. 1 ലാഖ് വരെ കിട്ടും. വേറെ ക്ലെയിമോ റീപ്ലേസ്മെന്റ്? ഓക്കെ. അടുത്തത് നിസാൻ സണ്ണി, ഒരു സെഡാൻ കാറ്റഗറി തന്നെ. ഡീസൽ വാഹനമാണ്. KL 55 രജിസ്ട്രേഷൻ ആയതായിരിക്കും അല്ലേ? ഓക്കെ. റീ വണ്ടിയാണ്. 2015 മോഡലാണ്. നമുക്ക് ഫുൾ ഓൺ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫോർത്ത് ഓണർഷിപ്പിലാണ് ഉള്ളത്. 15 മോഡലാ? 15 മോഡല്. അല്ല, ഞാൻ സണ്ണി തന്നെയാണോ നോക്കിയാ? ആയിക്കോട്ടെ. കിലോമീറ്ററിൽ കാണിക്കുന്നത് 59,000 ആണ്. കറക്റ്റാണ്. ഓണർഷിപ്പ് മെക്കാനിക്കലും എല്ലാം പക്കയാണ്. മെക്കാനിക്കലി പക്കയാണ്. ഉറപ്പിക്കണ്ട. റീ വണ്ടിയാണ്. 59,000 ആണ്. കണ്ടറിയാന്ന് പറയില്ല. അങ്ങനെ പറയില്ല അല്ലേ? ഓക്കെ. സീറ്റോറ് കണ്ടില്ല നിങ്ങള്? സീറ്റോറ് കണ്ടില്ലേ? 12 ലക്ഷമാണ്. ഇത് 13 ലക്ഷം കയറ്റിയുണ്ട്. സീറ്റോറൊക്കെ അടിപൊളി. ഏതാ ഓപ്ഷൻ? ഇത് മിഡിലാ? പിന്നെ ഇത് മിഡിൽ ഓപ്ഷൻ ആണല്ലേ? ഓക്കെ. വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ. നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 3 ലക്ഷം രൂപ ഫുൾ ലോൺ കൊടുക്കാം. 2015 മിഡിൽ ഓപ്ഷൻ ഡീസൽ സണ്ണി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോണിൽ. കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇനി വേറെ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. എണ്ണടിക്കുന്ന ചിലവുണ്ടാവും. അതെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് സലീം അയച്ചു തരും മാസം അല്ലേ? എല്ലാ മാസവും അയച്ചു തരും. ആയിക്കോട്ടെ. ഓക്കെ. വണ്ടി ഔട്ട്ലുക്ക്, ഇന്റീരിയർ എല്ലാം നല്ല അടിപൊളിയാണ്.
നിങ്ങൾക്ക് ഓടിച്ച് നോക്കാം, മെക്കാനിക്കൽ സൈഡ് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തത് സെലേറിയോ, ഒരു വെറൈറ്റി കളറാണ്. ഇതെന്താ കളറ്? എന്താ കളർ ഇത്? കളർ ഞാൻ സ്വകാര്യത്തിൽ മെസ്സേജ് വിട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ. KL45 രജിസ്ട്രേഷൻ ആണ്. കറണ്ട് പോയി. അടിപൊളി. 800 നമ്പർ 800 അല്ലേ? ഫാൻസി നമ്പറാണ്. അപ്പൊ എങ്ങനെയാ ഡീറ്റെയിൽ എങ്ങനെയാ? ഡീറ്റെയിൽ തുടങ്ങാം. 2015 63,000 കിലോമീറ്റർ VXI ഓട്ടോമാറ്റിക്. VXI അന്നത്തെ ടോപ്പിന്റെ വാഹനമാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ. അതെ, 63,000 കിലോമീറ്റർ. 63,000 അല്ലേ? ഓക്കെ. ആ കളറിന് യോജിച്ചിട്ട് തന്നെ ഒരു സീറ്റ് കവറും സൈഡിലൊക്കെ ഒരു മഞ്ഞ ഫിനിഷ് വരുന്ന സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. 14 ലക്ഷം ചിലവാണ്. ആയിക്കോട്ടെ. വേറെ ക്ലെയിം? 14 ലക്ഷം കയറ്റി വണ്ടിയാണ്. കയറ്റി പറഞ്ഞത് വണ്ടിമില് പൈസ തരുന്നല്ല, ആ വണ്ടി ഡാഷിലേ കസ്റ്റമർ കൊണ്ടായ എമൗണ്ട് ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ കേട്ടോ, നിങ്ങളെന്ത് തെറ്റിയിരിക്കണ്ട. ഇല്ല, ആയിക്കോട്ടെ. ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. നല്ല കളറാണ്, വെറൈറ്റി കളറാണ്, നല്ലൊരു നമ്പറുണ്ട്. ഓട്ടോമാറ്റിക് VXI ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു 13 to 17 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? 3,40,000. 3,40,000. 3 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 3 lakhs വരെ. ഓക്കെ. 40,000 രൂപ വേണ്ട, നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് സെലേറിയോ കൊണ്ടുപോകാം. 2015 VXI ഓട്ടോമാറ്റിക്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് ഡിസയർ ആണ്. KL18 രജിസ്ട്രേഷൻ, കോഴിക്കോട്. ഫാൻസി നമ്പറാണ് 7722. 55 ആണ്. 2009 പുതിയ പേപ്പർ, ഡീസൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ. 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,10,000 രൂപ. 1 ലക്ഷം രൂപ ലോൺ കൊടുക്കുക. ഇനി കുറഞ്ഞ ഡിസയർ വേണമെങ്കിൽ 2008 രജിസ്റ്റർ 1,70,000 2 താഴെയുള്ള വണ്ടികൾ വേറെ ഉണ്ട്. മോഡൽ ഒന്നും കൂടി ഇത് 2009. ഓക്കെ. പേപ്പർ എന്താ അവസ്ഥ? 29 വരെ പേപ്പറുള്ള ഡീസൽ ഡിസയർ ആണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. വേറെ 2 കളറിലതാ, വെറൈറ്റി കളറിലാണ്. അതിന്റെ കളർ എന്താ? പീകോക്ക് ബ്ലൂ എന്താ എന്താ പറയാം. അടുത്ത വൈറ്റ്. 3 വെറൈറ്റി കളറിൽ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സലീംക്കാരുടെ കാറ്റലോഗ് നോക്കിയാൽ അതിന്റെ ഡീറ്റെയിൽ മൊത്തം കിട്ടും. ജസ്റ്റ് വാട്സപ്പിലോട്ട് ഹായ് വിട്ടാൽ റിട്ടേൺ ലിങ്ക് വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി ലോണത്തിൽ കൊടുക്കാൻ പറ്റും. ഇതിന് 1 ലക്ഷം കൊടുക്കാം. 3 പ്രാവശ്യം പറഞ്ഞ 1 ലക്ഷം കൊടുക്കണം. ആയിക്കോട്ടെ. അടുത്തൊരു മൈക്രയാണ്, നിസാൻ മൈക്ര. എങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽ? ഫുൾ ലോൺ കൊടുക്കാം. ഡീസലാ? ഏതാ മോഡല്? 2015 റീ ആയ വണ്ടിയാണ്. എവിടെയാ നമ്പർ ആയത്? തിരൂരങ്ങാടി. പിന്നെ 1,19,000 കിലോമീറ്റർ, 3ാമത്തെ ഓണർഷിപ്പിലാണ്. തേർഡ് ഓണർഷിപ്പ്. 2 ലക്ഷമാണ് ചോദിക്കുന്നത്. 2 ലക്ഷം ലോൺ കൊടുക്കാം. 2014 പറഞ്ഞേ? 15 ഡീസലാണ്. മിഡിൽ ഓപ്ഷനാ? അതെ, മിഡിൽ ഓപ്ഷൻ വാഹനം അല്ലേ? ഓക്കെ. XL-ആണ് ഓപ്ഷൻ വരിക. നല്ല മൈലേജ് കിട്ടും. 20 റേഞ്ച് തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. മേലെ കിട്ടും. അതാ പറഞ്ഞത്, അത്രയും മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. പിന്നെ മെക്കാനിക്കൽ സൈഡ് നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഡീസൽ വണ്ടിക്ക് അതിൻ്റെതായ മെയിൻ്റനൻസ് നിങ്ങൾ കാണണം എടുക്കുമ്പോൾ. വെറുതെ ഏതൊക്കെ ഒരു വണ്ടി എടുത്ത് കൊണ്ടുപോകുമ്പോൾ പറയാം ഡീസൽ വണ്ടി കൊണ്ടുപോയിട്ട് കാര്യമില്ല അല്ലേ? ആ സൈഡ് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ മൊത്തത്തിൽ മഴയാണ് നാട്ടിൽ. നമ്മുടെ റോഡൊക്കെ ഇടിഞ്ഞോണ്ടിരിക്കുക അല്ലേ സലീംക്ക? റോഡ് ഇടിഞ്ഞോട്ടെ. എന്തായാലും പറ്റി പറയാനുള്ളത്? എവിടെ കൂര ഇടിഞ്ഞതോ? അത് ഒട്ടിക്കാൻ പറയണ്ടേ? ഒരു ബാലില് മറ്റേ ഫെവിക്വിക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ. വന്നാൽ റെഡി ആക്കൂട്ടോ. അപ്പൊ ശ്രദ്ധിക്കാം, മൊത്തത്തിൽ എല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോഴും പോകുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അതാണ് പ്രശ്നം. അല്ല, ഞാൻ വെറുതെ പറയാം. നിങ്ങൾ ഫ്ലൈറ്റിന് വന്നാൽ മതി, വണ്ടിയിലല്ല. ആയിക്കോട്ടെ, തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ എയർപോർട്ട്. ആയിക്കോട്ടെ. അടുത്തതാ ഇന്നോവയാണ്. ഇവിടെ വന്നാൽ എല്ലാ സെഗ്മെന്റും നമുക്ക് കാണാൻ കഴിയും അല്ലേ? KL53 തൊട്ട് റീ ആയ വാഹനമാണ് അല്ലേ? 2012 മോഡൽ, 4ാമത്തെ ഓണർ, 1,60,000 കിലോമീറ്റർ, 6,10,000 രൂപ. 4ാമത്തെ ഓണർ, 12 G4 ആണ്. 6/10 നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ വേറെ ഒരു പൈസയും ചിലവാക്കേണ്ട ക്വാളിറ്റി വണ്ടിയാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ക്ലെയിമോ ഒന്നുമില്ല. ഓക്കെ. അല്ല, നമ്മുടെ സ്കോർപിയോ, കോളിസ്, അങ്ങോട്ട് സഞ്ചരിക്കാം, ടവേറ, അങ്ങോട്ട് സഞ്ചരിച്ചാൽ കിട്ടില്ല. ഓക്കെ. ഏത് സെഗ്മെന്റ് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇന്ത്യക്ക് ഉണ്ടോ പഴയ സാധനം? ഉണ്ടല്ലേ? അതിനെ വീട്ടിൽ കളിയില്ല. ഇതിന് ലോൺ കയറുമോ? 5 ലക്ഷം വരെ കിട്ടും. 5 lakhs വരെ. ഒരു 1.10 കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം ഈ ഒരു വാഹനം. അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തതാ ഒരു റെഡ് പോളോ അല്ല, അവിടെ GTI സ്റ്റിക്കർ ഉണ്ട്. GT ആണ്, GTI അല്ല. സാധാരണ പോലെ GT സ്റ്റിക്കർ വെക്കും, GTന്റെ അകത്ത് GTI വെക്കും. ഇത് GT ആണ്, പോളോ GT ആണ്, റെഡ് ആണ്. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2014 ഓട്ടോമാറ്റിക്. 14. ഓക്കെ. പെട്രോൾ ആണല്ലേ? ഓക്കെ, പെട്രോൾ ആണ്. DST ആണ് ഗിയർ ബോക്സ് വരിക. ഓട്ടോ എത്രയാ? 1,01,000. ഇത് കേരള വണ്ടിയാ? അല്ല, റീ വണ്ടിയാ അല്ലേ? ഓക്കെ. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നും മാറിയില്ലല്ലോ. ഒന്നും മാറിയില്ല. ഒന്നും മാറിയില്ല. റീ വണ്ടിയാണ്. ഓക്കെ. ടയർ മാറിയാണ്.
ടയർ മാറിയിട്ടുണ്ട്. മാറാനായോ? മാറണ്ട. അവിടെ ഫ്രണ്ടിൽ കളർ ചെയ്തിട്ടുണ്ടോ ബ്ലാക്ക്? ഇല്ല ഇല്ല ചെയ്തില്ല. എന്തിന് അലോയ്ക്ക് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ഫ്രണ്ടിൽ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്, പുറകിലെ ഒറിജിനൽ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സ്റ്റൈലിഷ് ആണ്. മേജർ ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2014 GT. ഓട്ടോ എത്രയാണ് പറഞ്ഞു? 1,01,000 മീറ്റർ കാണിക്കുന്നത്. ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റൂല. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 4.5. 4,50,000 രൂപയ്ക്ക് കേരള നമ്പറായി കഴിഞ്ഞ GT ആണ്. 4 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 4 lakhs ലോൺ കിട്ടും. 50,000 രൂപ കൊണ്ട് ഇറക്കാം. പറയുന്ന വിലകളെല്ലാം തന്നെ ഫൈനൽ അല്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം 10-25 കൂട്ടി കൊടുക്കാം അല്ലേ? ഞാൻ നേരത്തെ ചോദിച്ചേ ഉള്ളൂ. അടുത്ത സ്കോർപിയോ എത്തി. KL50 രജിസ്ട്രേഷൻ വാഹനമാണ് അല്ലേ? ഫസ്റ്റ് ഷിപ്പ് അല്ലേ? 2008 M2D എഞ്ചിന്. M2DI അല്ല, ഇതാരാ ഗ്ലാസ് മുറിച്ച് പഠിച്ചതാ? അത് ഡിസൈൻ ചെയ്തല്ലേ? റൗണ്ടിലൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല പൈസ അങ്ങനെ ചെയ്യാനൊക്കെ. ഓക്കെ, 1,65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. M2DI എഞ്ചിനാണ്. 1,65 അല്ലേ? ഓടിയത് 2 ലക്ഷം രൂപ. 2 ലക്ഷത്തിന് കൊടുക്കാം. പേപ്പർ ഇപ്പോൾ 28 വരെയോ? 28 വരെ, 2028 വരെ പേപ്പറിൽ നിൽക്കുന്ന വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഉള്ള അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? 4 പുത്തൻ ടയറാണ്. ഓക്കെ, വാങ്ങിയെന്ന് വേണേ പുതിയ വാങ്ങിയാൽ പുതിയ ടയറാവും അല്ലേ? അല്ലല്ല, ഫുൾ ബട്ടറാണ്. ആയിക്കോട്ടെ. ഓക്കെ, വേറെ വർക്കൊന്നുമില്ലല്ലോ? മെക്കാനിക്കൽ വർക്ക് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഗ്ലാസ്സിൽ ആരോ വട്ടം വരച്ച് പഠിച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ ഓക്കെ, 2 lakhs അല്ലേ? ഫൈനൽ നമുക്ക് എത്ര കുറയാം? അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് ഇവിടെ. ആണ്ടാ, കുറച്ച് കൊടുക്കാം. വീണ്ടും മഹീന്ദ്ര തന്നെ സൈലോ KL27 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ഇതിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൂ. 2010 മോഡല് കേട്ടോ. പിന്നെ 1,80,000 രൂപ. 2010 ഈക്കൾ 1,80,000. ഓട്ടോ എത്ര കാണിക്കുന്നത്? ഓട്ടോ 1 സംതിങ് ഓടിയിട്ടുണ്ട്. സംതിങ് ആണ്. ഓക്കെ, 1 സംതിങ്. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ടയേഴ്സ് പോരാ. ഞാൻ പെട്ടെന്ന് കണ്ട പോലെ നല്ല കട്ടുള്ള പോലെ തോന്നി. ഇത് റീപ്ലേസ് ചെയ്താണ്. 2 ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഹെഡ്ലൈറ്റ് മാറിയതാ? റീപ്ലേസ് ഉണ്ടോ ചോദിക്കുന്നവർക്ക് അതേമാതിരി ഫ്രണ്ട് ഗ്ലാസ് ഞാൻ റീപ്ലേസ് ചെയ്താണ്. അതേമാതിരി ഡിസൈൻ ഉണ്ടായിരുന്നു, അത് മാറിയത് അവിടെ ഉണ്ട്. ശരി, മാറിയ സാധനം അവിടെ ഉണ്ടല്ലേ? ക്രാക്കായിട്ട് മാറിയതാണ്. ഇതും വേണമെങ്കിൽ കൊടുക്കാം. പഴയ ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ പഴയ ഹെഡ്ലൈറ്റ് ഉണ്ട്. ഫ്രീ ആട്ടോ. ഫ്രീയാ? മെയിൻ ഗ്ലാസും കൊടുക്കാം, ഹെഡ്ലൈറ്റും കൊടുക്കാം. ഓക്കെ, വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കും? വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കും. 1,80,000 2010 അല്ലേ? 10 മോഡലാണ്. ഓക്കെ, അടുത്ത വണ്ടി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ലാൻസർ. സലീം കയുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. പണ്ട് നമ്മൾ 4 ലാൻസറൊക്കെ കൊടുത്തോണ്ട് നേരെ എത്ര നല്ല കൊടുത്ത് ഒരേ വീഡിയോയില്. അതെ. എങ്ങനെ മോഡലൊക്കെ? 2007. 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പർ 29 ലാസ്റ്റ് വരെ ഉണ്ടല്ലോ. ഓക്കെ, 1,60,000. എന്താ മനുഷ്യ ഇത്? പിടിച്ചോളി, സാധനം കിട്ടുന്നില്ല. ഭയങ്കര ടൈറ്റാ. 1,60,000 ചോദിക്കുന്നത്. ഈ 2000 വേറെ ഒരെണ്ണോട് ഉണ്ട് ഇവിടെ. 2006 1,30,000 ഉള്ളൂ. 1,30,000. ഓക്കെ, 1 ലാഖിന്റെ റേഞ്ചിലുണ്ടോ? 1 ലാഖിന്റെ റേഞ്ചിലുള്ള സാധനം ഉണ്ടോ ഏതെങ്കിലും? ഉണ്ടാക്കിയിട്ട് വേണോ? ആയിക്കോട്ടെ, ഉണ്ടാക്കാൻ കൊടുത്തു. ആയിക്കോട്ടെ, എത്തിയാ പറയണേ, അറിയിക്കണേ. അപ്പോൾ അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അഡീഷണൽ ചെയ്തിട്ടുണ്ട് അവർ. വണ്ടി എങ്ങനെ മെക്കാനിക്കലും ഒക്കെ ആണോ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? എല്ലാം ഓക്കെയാണ്. സീറ്റ് കവർ കണ്ടിട്ട് റിവേഴ്സ് ഗിയർ വരെ ഉണ്ട്. എല്ലാം വർക്കിംഗ് അല്ലേ? AC ഇത് മറ്റേതൊക്കെ വർക്കിംഗ് അല്ലേ? എല്ലാം ഓക്കെയാണ്. ഓക്കെ, സ്റ്റിയറിംഗ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. 1,60,000 അതെയാ, അതാദ്യം ഉണ്ടല്ലോ ഓപ്ഷൻ. 1,60,000 നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ടുപോകാം. അപ്പോൾ തൽക്കാലം എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വേറെയും ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. സലീം ഖാൻ്റെ കോൺടാക്ട് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് നിങ്ങൾക്ക് ലഭിക്കും. വാട്സപ്പിൽ കുറേ ആളുകൾ അറിയാതെ സാധാ ടെക്സ്റ്റ് മെസ്സേജ് അടിക്കലുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ഇടണം. വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് വിടുക. അപ്പോൾ ഇവിടുന്ന് ഒരു കൂയാണ്ട് വരും. ആ കൂയിലെല്ലാം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിലെല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണാം. സലീം ഖാൻ, താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ബൈ.